മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെട്ട കേസിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ സിബിഐ കൊലക്കുറ്റം ചുമത്തി. ടി വി രാജേഷ് എംഎൽഎക്കെതിരെ ഗൂഢാലോചന കുറ്റവും സിബിഐ ചുമത്തിയിട്ടുണ്ട്. തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കൊലക്കുറ്റവും ഗൂഢാലോചനയും ചുമത്തിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് പി ജയരാജൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സിപിഎമ്മിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമാണ് സിബിഐയുടെ കുറ്റപത്രം. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മനു ഭരത്തും തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്തും ചേരുന്നു. ആദ്യം മനുവിലേക്ക്. മനു, എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? മനുവിലേക്ക് വരാം. ടി ജി സജിത്ത് നമ്മോടൊപ്പം ചേരുന്നു. സജിത്ത്, ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോഴാണ് സിപിഎമ്മിലെ പ്രബലനായ നേതാവ് ഈ രീതിയിൽ കൊലക്കുറ്റം ചുമത്തപ്പെട്ട് കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നത്. എത്ര വലിയ പ്രാധാന്യത്തോടുകൂടി ഈ സംഭവത്തെ കാണുന്നു? രേണുക, വലിയൊരു പ്രതിസന്ധിയാണ് സിപിഎമ്മിനും ഇടതു കേന്ദ്രങ്ങൾക്കും ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പടിവാതിക്കലാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊലക്കുറ്റം ചുമത്തപ്പെട്ട പി ജയരാജൻ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കപ്പെടുന്ന ഒരാള് എന്നതാണ്. വടകരയും ഒപ്പം തന്നെ കാസർഗോഡും അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ പി ജയരാജന്റെ പേര് സിപിഎം കേന്ദ്രങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇത്ര പ്രമാദമായ ഒരു കേസിന്റെ കൊലക്കുറ്റം ചുമത്തപ്പെട്ടി സിപിഎമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറി ഉൾപ്പെടുന്നത് എന്ന വാർത്ത. ഇത് സ്വാഭാവികമായും സിപിഎമ്മിന് വലിയൊരു തിരിച്ചടിയാണ്. പി ജയരാജൻ മത്സരരംഗത്ത് ഉണ്ടായില്ലെങ്കിൽ പോലും സിപിഎമ്മിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ട അല്ലെങ്കിൽ വിശദീകരിക്കേണ്ടി വരുന്ന ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി ഇത് മാറും. നേരത്തെ തന്നെ സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയമാണ് സിപിഎം നടത്തുന്നത് എന്ന് ആരോപിച്ച് ബിജെപിയും കോൺഗ്രസും കേരളത്തിൽ പ്രചരണം നടത്തിയിരുന്നു. അത് ഒന്നുകൂടി ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഈ കുറ്റപത്രം സമർപ്പിച്ചതോടുകൂടി ഉണ്ടാകുന്നു എന്ന മറ്റൊരു പ്രസക്തമായ കാര്യമുണ്ട്. ഇതിനെ സിപിഎം രാഷ്ട്രീയമായി വിശദീകരിക്കേണ്ടി വരും. പ്രധാന സിപിഎം നേതാക്കളുടെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല. എന്നാൽ സിപിഎം നേതാക്കൾ പ്രതികരിച്ചവരൊക്കെ ഇത് രാഷ്ട്രീയമായി സിബിഐ ഉപയോഗിക്കുന്നു എന്ന ഒരു പ്രതിരോധമാണ് ഉയർത്തിയത്. സ്വാഭാവികമായും സിപിഎം സ്വീകരിക്കാൻ പോകുന്ന ഒരു പൊതുവായ നിലപാടും അതുതന്നെയായിരിക്കും. വലിയൊരു പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇതിന് പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. പ്രതികരിക്കാനില്ല എന്നാണ് പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറഞ്ഞു മാത്രം പ്രതിരോധിക്കാൻ സിപിഎമ്മിന് കഴിയുമോ ഈ വിഷയത്തിൽ? ആ തരത്തിലുള്ള പൊതുവായ ഒരു പ്രതിരോധം അത്ര എളുപ്പമാവില്ല. കാരണം ഈ നേരത്തെ തന്നെ അരിയിൽ ഷുക്കൂറിന്റെ വധം ആ തരത്തിൽ വലിയ പ്രതിസന്ധി സിപിഎമ്മിന് ഉണ്ടാക്കിയിരുന്നു. അത് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളൊക്കെ വലിയ രീതിയിൽ പ്രചരണമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം അത് സിപിഎമ്മിനെതിരെ വലിയ രീതിയിൽ ആ തരത്തിൽ സിപിഎമ്മിനെതിരെ ഒരു പ്രതിസന്ധിയായി ഉയർത്തിക്കൊണ്ടുവരാൻ ബിജെപിയും ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദി സിപിഎം ആണ് എന്ന തരത്തിൽ ബിജെപി ദേശീയ തലത്തിൽ പോലും പ്രചരണം നടത്തിയിരുന്നു. ഇതൊക്കെ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശബരിമല വിവാദത്തിൽ പ്രധാനമായും വലിയ പ്രചരണ വിഷയമായി നിൽക്കും എന്ന് പ്രതീക്ഷിച്ചെടുത്താണ് വീണ്ടും ഈ അക്രമ രാഷ്ട്രീയം ഉയർത്താനുള്ള സിപിഎമ്മിനെതിരെ ഉയർത്താനുള്ള ഒരു സാധ്യത പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് ആ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. സിപിഎമ്മിന്റെ മുതിർന്ന നേതാവും ജില്ലാ സെക്രട്ടറിയുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്നത് തന്നെയാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. പി ജയരാജനെതിരെ കൊലപാതക കുറ്റം ചുമത്തിയത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമെന്ന് സിപിഎം. കേന്ദ്ര സർക്കാർ സിബിഐയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ കണ്ണൂർ ജില്ല പോലെയുള്ള ഒരു സെക്രട്ടറിയെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. അത് ബിജെപി ഇപ്പോൾ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഭരണവർഗം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സിബിഐ മുഖേനയാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സിപിഐഎമ്മിനെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഈ പണിയൊന്നും മതിയാവില്ല. വിവാദക്കുരുക്കിൽ എംഎൽഎ. മൂന്നാർ കയ്യേറ്റത്തിൽ എസ് രാജേന്ദ്രൻ എംഎൽഎക്ക് തിരിച്ചടി. കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണം എംഎൽഎയുടെ സാന്നിധ്യത്തിലാണെന്ന് സബ് കളക്ടർ രേണുരാജ് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി. സബ് കളക്ടർ നിയമാനുസൃതമായാണ് പ്രവർത്തിച്ചതെന്നും എല്ലാ കയ്യേറ്റവും ഒഴിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. എംഎൽഎയെ പിന്തുണച്ച് മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഡിസിസി വിശദീകരണം തേടി. എംഎൽഎക്കെതിരെ വ്യക്തിപരമായ നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സബ് കളക്ടർ പറഞ്ഞു.
സബ് കളക്ടറോട് പറഞ്ഞ മാപ്പിൽ രാജേന്ദ്രനെതിരായ നടപടികൾ അവസാനിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ സംഭവവികാസങ്ങൾ. മൂന്നാർ പഞ്ചായത്തിന്റെ കയ്യേറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് സബ് കളക്ടർ രേണുരാജ് ചീഫ് സെക്രട്ടറിക്കും അഡ്വക്കേറ്റ് ജനറലിനും കൈമാറി. എസ് രാജേന്ദ്രന്റെ സാന്നിധ്യത്തിലാണ് കയ്യേറ്റം നടന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വ്യക്തിപരമായി അപമാനിച്ചതിന് MLA-ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് രേണുരാജ് പറഞ്ഞു. ഞാൻ ഈ കാര്യങ്ങളൊന്നും വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. എനിക്ക് അദ്ദേഹത്തോട് ഇങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യമോ വിരോധമോ അങ്ങനെയൊന്നുമില്ല. ഞാനതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ. സബ് കളക്ടർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായിരുന്നു റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ പ്രതികരണം. സബ് കളക്ടർ സ്വീകരിച്ച നടപടി ന്യായമായതും നിയമാനുസൃതവും ഉചിതവുമായതാണ്. അതിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും സർക്കാരിന്റെയും റവന്യൂ വകുപ്പിന്റെയും ഉണ്ടാകും. പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടാണ് എസ് രാജേന്ദ്രൻ സ്ഥലത്തെത്തിയതെന്നാണ് മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റും DCC അംഗവുമായ കറുപ്പുസ്വാമിയുടെ വെളിപ്പെടുത്തൽ. MLA ഈ നാടിന് വികസനത്തിന് വേണ്ടി നിൽക്കാൻ ഞങ്ങൾ അതുകൂടെ നിൽക്കും. MLA-ക്കും ബസ് സ്റ്റാൻഡ് ആവശ്യമാ, പാർക്കിംഗ് ആവശ്യമാ, ട്രാഫിക് കമ്മിറ്റിയുടെ ചെയർമാൻ MLA വാ. MLA-യും കൂടി ഞങ്ങൾ എല്ലാം കൂടി ആലോചിച്ചെടുത്ത തീരുമാനം അവിടെ പ്രത്യേകം ഒന്നല്ല. MLA കൂടെ ഉണ്ടായില്ല. MLA ഞങ്ങൾ വിളിച്ചിട്ട് വന്നതല്ലേ. MLA പിന്തുണച്ച പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിശദീകരണം തേടുമെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. നമ്മൾ ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തേടും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നൽകുന്ന വിശദീകരണം എങ്ങനെയാണെന്ന് പരിശോധിക്കും. അതിനകത്ത് ഈ കുറ്റകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുക തന്നെ ചെയ്യും. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് എസ് രാജേന്ദ്രനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇന്ന് രാവിലെ 9 മണിക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇന്നലെ തന്നെ നിർദ്ദേശം കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. എസ് രാജേന്ദ്രൻ MLA ഭരണപരമായും രാഷ്ട്രീയപരമായും ഒറ്റപ്പെട്ടു. പ്രാദേശിക CPI നേതൃത്വവും റവന്യൂ മന്ത്രിയും സബ് കളക്ടറെ പിന്തുണയ്ക്കുമ്പോൾ CPM MLA-ക്കെതിരെ നടപടിയെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ഷിജോ M. ജെയിംസിനൊപ്പം MS അനീഷ് കുമാർ, News 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ഇടുക്കിയിൽ ഒറ്റ പ്രചാരണ വിഷയമേ ഉണ്ടാവൂ: ഭൂമി കയ്യേറ്റം. CPM-ഉം കോൺഗ്രസും BJP പ്രാദേശിക നേതൃത്വവും എല്ലാം ഒരേ വശത്ത് നിൽക്കുന്ന വിഷയത്തിൽ നിർണായകമാവുക സാമുദായിക സമവാക്യങ്ങളായിരിക്കും. CPM-നെ മെരുക്കി നിർത്താനുള്ള ആയുധമായി വിഷയം CPI-യും ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രളയത്തിനു ശേഷം മൂന്നാറിലെ കയ്യേറ്റങ്ങൾ രാഷ്ട്രീയ പിന്തുണയോടെ പൂർവാധികം ശക്തമായതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ. കഴിഞ്ഞ തവണ ഗാഡ്ഗിലായിരുന്നെങ്കിൽ ഇത്തവണയും ഭൂമി കയ്യേറ്റമായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം. എസ് രാജേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കിയ മൂന്നാറിലെ കയ്യേറ്റത്തിൽ മാത്രം വിഷയം അവസാനിക്കുന്നില്ല. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ തൊടുപുഴ ഒഴികെയുള്ള എല്ലാ താലൂക്കുകളിലും പ്രശ്നം സജീവമാണ്. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് CPM നേതാക്കളുടെയും പ്രതികരണം. ഇപ്പോൾ MLA-യുടെ സംസാരത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഒരു ആക്ഷേപമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. CPI രണ്ടും കൽപ്പിച്ച് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞു. ശ്രീറാം വെങ്കിട്ടരാമൻ സബ് കളക്ടറായിരുന്ന വിവാദകാലത്ത് എന്നതുപോലെ ഇപ്പോൾ രേണുരാജിനും പൂർണ്ണ പിന്തുണ. അനധികൃത നിർമ്മാണങ്ങൾ നടത്താനല്ല സർക്കാർ ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കിയാൽ അതിന് നിയമപരമായ നടപടി സ്വീകരിക്കും. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ CPI ഓഫീസിൽ കൈവയ്ക്കുന്നതുവരെ VS-നൊപ്പമായിരുന്നു കാനത്തിന്റെ പാർട്ടി. കയ്യേറ്റം ഒഴിപ്പിക്കലിനെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾക്ക് വോട്ട് കിട്ടില്ല എന്നതാണ് ഇടുക്കിയുടെ രാഷ്ട്രീയം. അത് മുന്നിൽ കണ്ടാണ് CPM-ഉം കോൺഗ്രസും എല്ലാം ഒരേ ജീപ്പിൽ മൈക്ക് കെട്ടി ഒരേ ശബ്ദത്തിൽ പ്രചാരണം തുടങ്ങിയത്. TG സജിത്, News 18, തിരുവനന്തപുരം. കിർത്താഡ്സിലെ മന്ത്രി AK ബാലന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിയമനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. യോഗ്യത മറികടന്ന് സ്ഥിര നിയമനം നൽകിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. മണിഭൂഷൺ ഉൾപ്പെടെ 4 പേർക്ക് റൂൾ 39 പ്രകാരം നിയമനം നൽകിയത് News 18 പുറത്തുകൊണ്ടുവന്നത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ വരുന്ന കിർത്താഡ്സിൽ മന്ത്രി AK ബാലന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മണിഭൂഷണ് യോഗ്യതാ മാനദണ്ഡങ്ങൾ മറികടന്ന് നിയമനം നൽകിയതിനെക്കുറിച്ച് News 18 നേരത്തെ വാർത്ത പുറത്തുവിട്ടിരുന്നു. ലെക്ചർ തസ്തികയിൽ നിയമനത്തിന് നരവംശാസ്ത്രത്തിൽ PG-യും MPhil-ഉം വേണം. എന്നാൽ PG മാത്രമുണ്ടായിരിക്കെ മണിഭൂഷണ് നിയമനം നൽകി. ഒപ്പം ഇന്ദുമേനോൻ, സജിത് കുമാർ, മിനി PV എന്നിവരുടെ നിയമനവും ചട്ടങ്ങൾ മറികടന്നാണെന്ന് ഫിറോസ് ആരോപിച്ചു. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായ ശ്രീ മണിഭൂഷണെ അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പിന് കീഴിലുള്ള കിർത്താഡ്സിൽ സ്ഥിര നിയമനം നൽകി അദ്ദേഹത്തിന്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു. അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റു 3 പേരെ കൂടി സ്ഥിരപ്പെടുത്തി. ഇവർക്കാർക്കും അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയില്ല. നിയമനത്തിനെതിരെ വിവിധ വകുപ്പുകൾ എതിർപ്പുന്നയിച്ചപ്പോൾ ആശ്രിത നിയമനത്തിന് ഉപയോഗിക്കുന്ന ചട്ടം 39 ഉപയോഗിച്ചാണ് നിയമനം നൽകിയതെന്നും ഫിറോസ് ആരോപിച്ചു. അതേസമയം ഇൻഫർമേഷൻ കേരള മിഷനിലെ നിയമനത്തെ ചോദ്യം ചെയ്ത് CPM MLA ജെയിംസ് മാത്യു പുറത്തുവിട്ട കത്ത് വ്യാജമാണെന്ന ആരോപണം തന്നെ നിശബ്ദമാക്കാനാണെന്ന് ഫിറോസ് ആരോപിച്ചു. തന്റേതെന്ന് പറഞ്ഞ് ജെയിംസ് മാത്യു പുറത്തുവിട്ട കത്തിലും നിയമനത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതാരാണ് കളവ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെയും
അതുപോലെ ബഹുമാനപ്പെട്ട ജെയിംസ് മാത്യു MLA-യെയും ബഹുമാനപ്പെട്ട മന്ത്രി AC മൊയ്തീനെയും ശ്രീ കോടിയേരി ബാലകൃഷ്ണനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. കിർത്താഡ്സിലെ അനധികൃത നിയമനത്തിൽ മന്ത്രി AK ബാലന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കോഴിക്കോട്. ഫിറോസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി AK ബാലൻ. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മണിഭൂഷണ് മതിയായ യോഗ്യതയുണ്ട്. എല്ലാവരോടും കളിക്കുന്ന പോലെ എന്നോട് കളിക്കരുതെന്നും ഫിറോസിന് ബാലൻ മുന്നറിയിപ്പ് നൽകി. അന്നത്തെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കമ്മീഷണർ സെക്രട്ടറിയും ചെയർമാനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ബോർഡാണ് മതിയായ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ മണിഭൂഷണെ നിയമിക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഒരു കുറച്ച് മാന്യത കാട്ടണം. പ്രത്യേകിച്ച് എൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് നല്ല വ്യക്തതയുണ്ട്. ഒരു രൂപത്തിലും സുതാര്യമല്ലാത്ത ഒരു പ്രവർത്തനവും എൻ്റെ വകുപ്പിലുണ്ടാകില്ല. അതിന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ എൻ്റെ വകുപ്പിലും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരോടും കാണിക്കുന്നത് പോലെ എന്നോട് കാണിക്കണ്ട. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരാട്ട് റസാഖിനെ അയോഗ്യനാക്കിയ ഹൈക്കോടതി വിധി ഉപാധികളോടെ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. റസാഖിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം. വോട്ട് ചെയ്യാനും ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടാകില്ല. കൊടുവള്ളി തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ കാരാട്ട് റസാഖ് നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ ഭാഗിക സ്റ്റേ. തിരഞ്ഞെടുപ്പ് കേസുകളിൽ സാധാരണ നൽകുന്ന ഉപാധിയാണ് കോടതി മുന്നോട്ട് വച്ചത്. റസാഖിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം, എന്നാൽ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കില്ല. സഭയിൽ വോട്ട് ചെയ്യാനും അർഹതയില്ല. അപ്പീലിൽ കോടതി തീരുമാനം വരുന്നതുവരെ സ്റ്റേ തുടരും. വിധി ആശ്വാസകരമെന്നായിരുന്നു കാരാട്ട് റസാഖിന്റെ പ്രതികരണം. റസാഖിന്റെ അപ്പീലിൽ മുഴുവൻ എതിർകക്ഷികൾക്കും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌളിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നോട്ടീസ് അയച്ചു. ഇടത് സ്വതന്ത്രനായി കൊടുവള്ളിയിൽ മത്സരിച്ച റസാഖ് ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന MA റസാഖിനെ വ്യക്തിഹത്യ നടത്തിയെന്ന ആരോപണം ശരിവച്ചാണ് തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കിയത്. കൊടുവള്ളി സ്വദേശികളായ KP മുഹമ്മദ് കുഞ്ഞി എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. നേരത്തെ അയോഗ്യതാ കേസിൽ KM ഷാജിയെയും ഇതേ ഉപാധികളോടെ സഭാ നടപടികളിൽ പങ്കെടുക്കാൻ സുപ്രീംകോടതി അനുവദിച്ചിരുന്നു. ന്യൂസ് 18 ഡൽഹി. AICC ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പൊതുപരിപാടിക്ക് തുടക്കമായി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കൊപ്പം ലക്നൌവിലെത്തിയ പ്രിയങ്കയുടെ റോഡ് ഷോ തുടരുകയാണ്. 10 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയിൽ 37 ഇടങ്ങളിലാണ് പ്രിയങ്കയ്ക്ക് സ്വീകരണം നൽകുന്നത്. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇന്ന് തന്നെ മടങ്ങുമെങ്കിലും പ്രിയങ്ക വ്യാഴാഴ്ച വരെ UP-യിൽ തുടരും. സംസ്ഥാന നേതാക്കളുമായും ഭാരവാഹികളുമായും പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തും. താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകരുമായും ചർച്ചകൾ നടത്തും. റഫാലിൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ വകുപ്പിനുമെതിരെ കൂടുതൽ തെളിവുകൾ. അഴിമതി തടയാനുള്ള വ്യവസ്ഥകൾ റഫാൽ കരാറിൽ നിന്ന് കേന്ദ്രം ഇടപെട്ട് ഒഴിവാക്കി. പണയിടപാട് ഫ്രഞ്ച് സർക്കാർ ഈ ആവശ്യത്തിന് മാത്രം തുറക്കുന്ന അക്കൌണ്ട് വഴിയാക്കണമെന്ന ധനകാര്യ ഉപദേഷ്ടാവിന്റെ നിർദ്ദേശവും മറികടന്നു. ഈ വിവരങ്ങൾ സുപ്രീംകോടതിയിൽ നിന്ന് മറച്ചുവെച്ചതായും ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. പ്രധാനമന്ത്രി കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്ന് തെളിഞ്ഞതായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആരോപിച്ചു. റഫാൽ കരാറിനായി സർക്കാർ ഗ്യാരണ്ടി ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇംഗ്ലീഷ് ദിനപത്രം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടത്. പ്രതിരോധ ഇടപാടുകളിൽ അഴിമതി തടയുന്നതിനുള്ള ചട്ടമടക്കം 8 വ്യവസ്ഥകളിൽ കേന്ദ്രം ഇളവ് നൽകി. വഴിവിട്ട ഇടപെടലുകളും ഇടനിലക്കാർക്കുള്ള കമ്മീഷനും തടയാൻ എല്ലാ പ്രതിരോധ ഇടപാടുകളിലും ഉള്ള വ്യവസ്ഥയിലാണ് ഇളവ് നൽകിയത്. ഫ്രാൻസിലെ കമ്പനികളായ ഡസോൾട്ട് ഏവിയേഷന്റെയും MBDA ഫ്രാൻസിന്റെയും കമ്പനി അക്കൌണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ സർക്കാരിന് അനുമതി നൽകുന്നതായിരുന്നു ഒഴിവാക്കപ്പെട്ട ചട്ടം. എല്ലാ പ്രതിരോധ കരാറുകളിലെയും അനിവാര്യ വ്യവസ്ഥ പ്രധാനമന്ത്രി ഇടപെട്ട് ഒഴിവാക്കിയത് കൊള്ളയ്ക്ക് വേണ്ടിയാണെന്ന ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിന്റെ അധ്യക്ഷതയിൽ 2016 സെപ്റ്റംബറിൽ ചേർന്ന പ്രതിരോധ യോഗമാണ് മാറ്റങ്ങൾ നിർദ്ദേശിച്ചത്. ഇടപാടിന് സർക്കാർ ഗ്യാരണ്ടി വേണ്ടെന്ന് വച്ച ശേഷം പണ ഇടപാടിന് ഫ്രഞ്ച് സർക്കാരിന് കീഴിൽ പ്രത്യേക അക്കൌണ്ട് വേണമെന്ന സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ ശുപാർശയും കേന്ദ്രം തള്ളിക്കളഞ്ഞു. ഇന്ത്യൻ സംഘത്തിലെ 3 ഉദ്യോഗസ്ഥർ സർക്കാർ തീരുമാനത്തോട് വിയോജിച്ച് കുറിപ്പ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു. JPC അന്വേഷണം ആവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷം ബഹളമുയർത്തി. M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18 ഡൽഹി. ഇനി വിനോദരംഗത്ത് നിന്നുള്ള വാർത്തകളുമായി ഈ ബാൻഡ്.
സംഗീത ലോകത്തെ പരമോന്നത ബഹുമതിയായ ഗ്രാമി പുതുതരംഗമായ ദിസ് ഈസ് അമേരിക്ക എന്ന ഗാനത്തിന് ഈ വർഷത്തെ മികച്ച റെക്കോർഡിംഗിനും സംഗീതത്തിനുമുള്ള പുരസ്കാരം ഈ ഗാനത്തിലൂടെ ചൈൽഡിഷ് ഗാംബിനോ സ്വന്തമാക്കി. KC മസ്ഗ്രേവ്സിന്റെ ഗോൾഡൻ അവറാണ് ഈ വർഷത്തെ ആൽബം. അമേരിക്കയെ മാത്രമല്ല ലോകമെങ്ങുമുള്ള സംഗീതപ്രേമികളെയും ചുവടുവയ്പ്പിച്ച ഈ ഗാനത്തിനാണ് ഇത്തവണത്തെ 2 ഗ്രാമി, മികച്ച റെക്കോർഡിംഗും സംഗീതവും. അരങ്ങിൽ ചൈൽഡിഷ് ഗാംബിനോ എന്നറിയപ്പെടുന്ന ഡൊണാൾഡ് ഗ്ലോവർ 2 തവണ സ്റ്റേജിലെത്തി അത്യപൂർവമായ ഇരട്ട ഗ്രാമി സ്വന്തമാക്കി. കറുത്ത വർഗ്ഗക്കാർ നേരിടുന്ന വിവേചനമാണ് പ്രമേയം. ലേഡി ഗാഗയുടെ എ സ്റ്റാർ ഈസ് ബോൺ എന്ന ചിത്രത്തിലെ ഷാലോ എന്ന ഗാനത്തെ പിന്തള്ളിയാണ് ദിസ് ഈസ് അമേരിക്ക പുരസ്കാരം നേടിയത്. KC മസ്ഗ്രേവിന്റെ ഗോൾഡൻ അവറാണ് മികച്ച ആൽബം. I really believe I wouldn't have this album if I hadn't met you and you didn't open my heart like you did. So thank you, Ken. മികച്ച കൺട്രി ആൽബത്തിനുള്ള പുരസ്കാരവും ഗോൾഡൻ അവർ നേടി. കാർഡി ബി മികച്ച റാപ്പ് ആൽബത്തിനുള്ള ഗ്രാമി നേടുന്ന ആദ്യത്തെ വനിതയായി. ലേഡി ഗാഗയും ബ്രാഡ്ലി കൂപ്പറും ഡിയോ ഗ്രൂപ്പ് പെർഫോമൻസ് പുരസ്കാരം സ്വന്തമാക്കി. ലിംഗസമത്വത്തിന്റെ സന്ദേശം പകർന്നായിരുന്നു ഇത്തവണത്തെ ഗ്രാമി പുരസ്കാരത്തിന് അരങ്ങുണർന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ 12 മണിക്കൂർ ഉപവാസം ഡൽഹിയിൽ തുടരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ സമരത്തിന് പിന്തുണയുമായി എത്തി. നീതി തേടിയുള്ള ധർമ്മ പോരാട്ടമാണ് നടത്തുന്നതെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ട് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന ഉപവാസം കേന്ദ്ര സർക്കാരിനെതിരായ ശക്തിപ്രകടനമായി മാറി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള അടക്കം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പിന്തുണയുമായി സമരവേദിയിലെത്തി. We stand by the people of Andhra Pradesh and it is our common demand that whatever promises have been made to the people of Andhra Pradesh at the time of reorganization must be fulfilled. രാവിലെ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് 12 മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചത്. നീതി തേടിയുള്ള ധർമ്മ പോരാട്ടമാണ് നടക്കുന്നതെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു. We came here to protest against central government injustice has being done to Andhra Pradesh. മുഖ്യമന്ത്രിക്ക് പുറമെ മറ്റു മന്ത്രിമാരും MPമാരും MLAമാരും ഉദ്യോഗസ്ഥരും ഉപവാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രയെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് TDP MPമാർ പാർലമെന്റിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ആന്ധ്രയിൽ നിന്ന് TDP പ്രവർത്തകരെ പ്രത്യേക ട്രെയിനുകളിലാണ് ഡൽഹിയിലെത്തിച്ചത്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരമെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിപക്ഷ നിരയുടെ സംഗമവേദി കൂടിയായി മാറി രാജ്യതലസ്ഥാനത്ത് ചന്ദ്രബാബു നായിഡു നടത്തിയ ഈ സമരവേദി. ആന്ധ്രാഭവനിൽ നിന്നും ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കർണാടകയിൽ MLAമാർക്ക് കോഴ വാഗ്ദാനം ചെയ്യുന്ന ശബ്ദരേഖയെ ചൊല്ലി ലോക്സഭയിൽ BJP കോൺഗ്രസ് വാക്പോര്. സർക്കാരിനെ അട്ടിമറിക്കാൻ BJP കോഴ വാഗ്ദാനം ചെയ്തുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസും JDSും തമ്മിൽ ഭിന്നതയുണ്ടെന്നും അധികാരം നിലനിർത്താൻ കോൺഗ്രസും JDSും നാടകം കളിക്കുകയാണെന്നും BJP തിരിച്ചടിച്ചു. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പാർലമെന്റിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ശാരദ ചിട്ടിതട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. മേൽനോട്ടം ആവശ്യപ്പെട്ട് നിക്ഷേപകരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. നിലവിൽ മേൽനോട്ടം വഹിക്കേണ്ട സാഹചര്യമില്ലെന്ന് കോടതി വിലയിരുത്തി. പുതിയ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മേൽനോട്ടം ആവശ്യപ്പെട്ട് നിക്ഷേപകർ കോടതിയെ സമീപിച്ചത്. മുല്ലപ്പെരിയാറിൽ കേന്ദ്രത്തിന്റെയും തമിഴ്നാടിന്റെയും അനുമതിയില്ലാതെ പുതിയ അണക്കെട്ട് നിർമ്മിക്കില്ലെന്ന് കേരളം. കേരളത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ തമിഴ്നാട് നൽകിയ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കവെയാണ് സർക്കാർ ഇക്കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത്. പുതിയ അണക്കെട്ടിനായുള്ള പരിസ്ഥിതി പ്രത്യാഘാത പഠനത്തിന് കേന്ദ്രം കേരളത്തിന് അനുമതി നൽകിയിരുന്നു. ഇതിനെതിരെയാണ് തമിഴ്നാട് കോടതിയെ സമീപിച്ചത്. കുംഭമാസ പൂജയോടനുബന്ധിച്ച് ശബരിമലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി. ഇക്കാര്യം ആവശ്യപ്പെട്ട് DCP പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അനുസരിച്ചാണ് പോലീസിന്റെ ആവശ്യം. റിപ്പോർട്ടിന്മേൽ ജില്ലാ ഭരണകൂടം വൈകിട്ടോടെ തീരുമാനമെടുക്കും. കുംഭമാസ പൂജയ്ക്കായി നാളെ വൈകിട്ടാണ് ശബരിമല നട തുറക്കുന്നത്.
5 ദിവസം നീളുന്ന മാസപൂജ പൂർത്തിയാക്കി ശബരിമല നട 17-ന് അടയ്ക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഇടതുമുന്നണി ആരംഭിച്ചു. കാനം രാജേന്ദ്രനും കോടിയേരിയും നയിക്കുന്ന കേരള യാത്രയ്ക്ക് മുമ്പായി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. കാസർഗോഡ് സീറ്റിനായി INL ഇടതുമുന്നണി യോഗത്തിൽ അവകാശവാദം ഉന്നയിച്ചു. കേരള യാത്രയുടെ ഒരുക്കങ്ങളും ചർച്ച ചെയ്തതായി LDF കൺവീനർ A. വിജയരാഘവൻ അറിയിച്ചു. വിവിധ പാർട്ടികൾ മത്സരിക്കുന്ന സീറ്റുകൾ അതെല്ലാം സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അത്തരം ഉഭയകക്ഷി ചർച്ചകൾ കൂടി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. CPM-മായി സഹകരിക്കാമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഗൌരവമായി പറഞ്ഞതാണെന്ന് കരുതുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മുല്ലപ്പള്ളിയുടെ അഭിപ്രായത്തോട് കോൺഗ്രസിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. അല്ലാതെ അവരുടെ പാർട്ടി ഗൗരവമായിട്ട് പറഞ്ഞ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പാർട്ടിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെ കമന്റ് ചെയ്യേണ്ട കാര്യമില്ല. AK ആന്റണിയുടെ മകനെതിരെ പ്രമേയം പാസാക്കിയ KSU എറണാകുളം ജില്ലാ കമ്മിറ്റിയോട് വിശദീകരണം ചോദിച്ച് സംസ്ഥാന നേതൃത്വം. വിവാദം അനാവശ്യമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്ത് പറഞ്ഞു. അനിൽ ആന്റണിയുടെ നിയമനത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നതായിരുന്നു KSU ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയം. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറായി നിയമിച്ചതിനെതിരെയായിരുന്നു പ്രമേയം. തല്ലുകൊണ്ടും കോടതി കയറിയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുടെ നെഞ്ചത്തേക്കുള്ള നിയമനമാണ് അനിൽ ആന്റണിയുടേതെന്ന് പ്രമേയം കുറ്റപ്പെടുത്തുന്നു. പ്രസ്ഥാനത്തിനു വേണ്ടി കല്ലിൽ തട്ടിപ്പോലും കാലുമുറിയാത്ത അഭിനവ പൽവാൽ ദേവന്മാരുടെ പട്ടാഭിഷേകത്തിന് ശങ്കൊലി മുഴങ്ങുന്നത് യഥാർത്ഥ പ്രവർത്തകർക്ക് നെഞ്ചിടിപ്പുണ്ടാക്കുന്നുവെന്നും പ്രമേയം ആരോപിക്കുന്നു. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയം കോൺഗ്രസിലും പോഷക സംഘടനകളിലും വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടതോടെയാണ് KSU അധ്യക്ഷന്റെ ഇടപെടൽ. പ്രമേയം പാസാക്കിയ KSU എറണാകുളം ജില്ലാ കമ്മിറ്റിയോട് വിശദീകരണം തേടി. അനാവശ്യമായി കാര്യമറിയാതെയുള്ള വിമർശനങ്ങൾ KSU പ്രവർത്തകർ നടത്താൻ പാടില്ല എന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശം KSU ജില്ലാ പ്രസിഡന്റുമാർക്ക് നൽകിയിരിക്കുകയാണ്. പ്രമേയങ്ങളും അനാവശ്യ പ്രതികരണങ്ങളും അത് പ്രത്യേകിച്ച് ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുന്ന സമയത്ത് സംഘടനയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള അനാവശ്യ പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞിരിക്കുകയാണ്. KSU എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് S. ഭാഗ്യനാഥാണ് പ്രമേയം അവതരിപ്പിച്ചത്. അനിൽ ആന്റണിയുടെ നിയമനത്തിൽ KSUവിന് യാതൊരു എതിർപ്പുമില്ലെന്നും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരേണ്ടയാളാണെന്നും KM അഭിജിത്ത് വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്.